വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇത് അഖിൽമാര റിനോഷ് വേഴ്സസ് പരിപാടിയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അത് നിങ്ങൾ എല്ലാവരും ലൈവിൽ കറക്റ്റായി കാണുക. ദിസ് ഇസ് ഫോർ റോബിൻ രാധാകൃഷ്ണൻ. റോബിന് അന്ധമായി വിശ്വസിച്ചിട്ടുള്ള ഫാൻസിനെതിരെ വീണ്ടും ഞാൻ സത്യമായി ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ. കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ 5 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു. എന്താ നടന്നെന്നുള്ളത് എല്ലാം ബ്രോ കണ്ടിട്ടുണ്ട്. നമുക്കറിയുന്നതാണ് ജുനേഷും നമ്മുടെ അഖിൽമാരും കൺഫെഷൻ റൂമിനകത്ത് പോയതിനു ശേഷം എന്താ നടന്നെന്നുള്ളത്. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചു പിടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലെ. അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലെ. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള് എന്നിട്ട് അത് അവർ പിൻവലിച്ചു അല്ലേ. ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഗട്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും. ഓക്കെ സോ മനസ്സിലാക്കും. നിങ്ങൾ എന്നെ എന്തുമാത്രം ചോദിച്ചത് നിങ്ങൾ എന്താ ഓർത്തില്ല. ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങിയത് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ. അവിടെ നടന്ന കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദി. അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു. നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ഇവരെ കാണിച്ചത്. ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്നുമില്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു. ഗൈസ് അഗെയിൻ റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ട് നിങ്ങളുടെ സ്വന്തം ദത്തുപുത്രൻ വീണ്ടും വന്നിട്ടുണ്ട്. അയാൾ വീണ്ടും പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അയാൾ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് വീണ്ടും കോളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ വ്യക്തമായൊരു കാര്യങ്ങൾ പറഞ്ഞു. റിനോഷ് അവിടുന്ന് വീണ്ടും വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മലയാളികൾ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അത് 24/7 നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ബിഗ് ബോസിനെ നമ്മൾ കാണുന്നത്. ആ 24/7 അത് കംപ്ലീറ്റ് റോങ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അഖിലത് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ. ഞാൻ പറയാൻ പോകുന്നത് ആ 24/7 പോയി വെറും ഭയങ്കരമായിട്ട് ഫാൻ ഫോളോവേഴ്സിനെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണന്റെ ഇടയിൽ കയറി വന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, പക്ഷെ റോബിൻ യു ആർ റോങ്. നീ അന്നേ അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടുണ്ടായെന്നൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി റോങ് ആണ്. നീ ദിൽഷയ്ക്ക് വേണ്ടി കളിച്ചതും അതായത് നീ PR വർക്ക് നടത്തിയതും എല്ലാം വ്യക്തമായി കേരള ജനത മനസ്സിലാക്കിയിരുന്നു. ആ സമയത്ത് പോലും നിനക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാക്കിയിരുന്ന വ്യക്തികൾ PR വർക്ക് നടത്തിയിരുന്നത് നിനക്ക് വേണ്ടി. ബിഗ് ബോസിൽ അവിടെ സപ്പോർട്ട് അവർക്ക് വേണ്ടി വേറൊരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് ഇതേപോലെ തന്നെ വ്യക്തമായി നിനക്ക് വേണ്ടി ക്ലിയർ കട്ടായിട്ട് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പറ്റം ജനത ഉണ്ടായിരുന്നു. ആ പറ്റം ജനതേനെ നീ ആ ക്ലോസറ്റിൽ തുപ്പുന്ന വീഡിയോ എല്ലാവരും പുറത്തു വിട്ട സമയത്ത് വെറുത്തു പോയൊരു വ്യക്തിയാണ് ഞാൻ നിന്നെ. ആക്ച്വലി വെറുത്തു പോയൊരു വ്യക്തിയാണ്. ഇത്രയും നുണ പറഞ്ഞ് ഒരു കേരള ജനതയെ വിശ്വസിപ്പിച്ച ഒരു ഡോക്ടർ ഈ ഒരു ഭൂഖണ്ഡത്തിലേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നു. നീ പറയുന്നത് വീണ്ടും നിന്നെ ഒരു പറ്റം, ഞാൻ അന്ന് എതിർത്തൊരു വ്യക്തിയാണ് നിന്നെ എതിർത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരു സ്ത്രീ അന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ 2 വർഷം മുന്നേ ചെയ്ത കാര്യമാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാളൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് എന്തറിയാൻ വ്യക്തിനെ കുറിച്ച്. ഞാൻ നിന്നെ ബിഗ് ബോസിൽ പോയിട്ട് കണ്ടില്ല, അല്ലാതെ നിന്നെ അറിയേണ്ട ആവശ്യം എനിക്കില്ല. നീ ഇൻസ്റ്റാഗ്രാമിൽ കാട്ടിക്കൂട്ടിയ പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്ന് അവരോട് ചോദിച്ചു അയാളൊരു നല്ല മനുഷ്യനാണ്, പക്ഷെ നീ ഒരു നല്ല മനുഷ്യനിലാന്ന് നീ അതിനുശേഷം തെളിയിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തി ടോക്കിന്റെ ഇടയിൽ 2 പേര് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇടയിൽ കയറിയിട്ട് നിന്നെ പോലെ ഒരു കൾപ്രിറ്റ്, അതായത് ഒരു തിട്ട കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നീ ട്രൈ ചെയ്യരുത്. സോ ഐ എം വെരി സോറി ടു ടെൽ ദിസ് ബ്രോ, യു ആർ എ യൂസ്ലെസ്. അതിനുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പറയുന്നതെല്ലാം യൂസ്ലെസ് കണ്ടന്റ് ആണെന്നുള്ളതും നീ വെറുതെ ഇപ്പോ വീണ്ടും ഫെയിം എടുക്കാൻ വേണ്ടി നീ തകർന്നിരിക്കുന്ന സമയമാണ്. ആ തകർന്നിരിക്കുന്ന സമയത്ത് നീ ഒരു ഫെയിം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ഞാൻ. യു ആർ എ വെരി 100% കൾപ്രിറ്റ് മാൻ. ഐ എം സോറി ടു ടെൽ ദിസ് ആൻഡ് സോറി ടു വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. ബട്ട് എനിക്ക് പറയണം, നല്ല ഹെൽത്തി ടോക്സിന്റെ ഇടയിൽ ഇങ്ങനത്തെ ടോക്സിക് ആൾക്കാരെ കയറ്റിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യരുതെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.